ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ ചെറുപയറും ഉലുവയും കൂടെ ചേർത്ത് പച്ചരിയും കൂടെ ചേർത്ത് ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറുപയറൊക്കെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് ഒരു 2 സ്പൂണ് ഉലുവ ചേർത്തുന്നുണ്ട് കേട്ടോ. ഉലുവയും കൂടെ ചേർത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള അരിയും കൂടെ എടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അരിയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അരി മുഴുവനായിട്ട് ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം പയർ മൊത്തം അടിയിൽ കിടക്കാൻ പാടില്ലല്ലോ. അപ്പം മൊത്തം ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മുടേത് കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാകുന്ന സമയത്ത് ഏകദേശം പാകമായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരല്പം നാളികേരം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ വളരെ കുറച്ചാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ അധികം ആർക്കും തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഞ്ഞി ചെറുപയറും ഉലുവയും കൂടെ ഇട്ട് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കട്ടെ. നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കട്ടിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിന് എന്താ പറയുക, കഴിക്കാനായിട്ട് തൊട്ട് കൂട്ടാനായിട്ട് ഒരു ചമ്മന്തി റെഡി ആക്കണം കേട്ടോ. അപ്പോൾ നാളികേരം നല്ലതുപോലെ ചിരകിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പച്ചക്കാന്താരി ചേർത്തിട്ടുണ്ട്. ഒരു കുഞ്ഞുള്ളി 2ആക്കി കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു കുഞ്ഞ് പീസ് പുളിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതെ ഞാൻ അതൊക്കെ റെഡിയാക്കി ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ മകന് കഴിക്കാനായിട്ട് ഒരു പാത്രത്തിലെടുക്കുകയാണേ. നല്ല ചൂട് കഞ്ഞിയും കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ. നല്ല ചൂട് കഞ്ഞിയും പിന്നെ ഞാൻ നാടൻ വഴുതനങ്ങ ഉപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 7:30 കേട്ടോ. രാവിലെ 7:30ക്കാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ എൻ്റെ മോനെ കഴിക്കാനായിട്ട് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കണം കേട്ടോ. കുറച്ച് ചമ്മന്തിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കേ.